അസ്സലാമു അലൈക്കും, നമസ്കാരം. പ്രിയ സുഹൃത്തുക്കളെ, ഒരുപാട് ആൾക്കാർ ചോദിച്ചതാണ് നമ്മുടെ ഇന്ത്യ ഒരു 5 രാജ്യത്തിൽ നമ്പർ 1 ആണോ ഇല്ലയോ എന്നുള്ളത്. അപ്പോൾ നമുക്കതൊന്ന് ജെമിനിയോട് ചോദിച്ചറിയാം. ജെമിനി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആദ്യം ഒരു കാര്യം മനസ്സിലാക്കണം. ഇത് ഒരു ജൂതന്മാരുടെ, അതുമാത്രമല്ല അമേരിക്കയുടെ ഒരു സൃഷ്ടിയാണ് ഈ ജെമിനി എന്ന് പറയുന്നത്. അറിയാമല്ലോ നിങ്ങൾക്ക്. അപ്പം നമുക്ക് ജെമിനി പറയുന്നത് ഒരു 80% വിശ്വസിക്കാം. ഓക്കെ, അപ്പോൾ എന്തായാലും ജെമിനിയോട് ചോദിക്കാം 5 രാജ്യത്തിൽ ഏതാണ് നമ്പർ 1 എന്നുള്ളത്. ജെമിനി, ഇന്ത്യ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, ശ്രീലങ്ക, നേപ്പാൾ, ഇതിൽ ഏതാണ് നമ്പർ 1 രാജ്യം? നൽകിയിട്ടുള്ള പട്ടികയിലെ ഓരോ രാജ്യത്തിനും അതിന്റേതായ സവിശേഷതകളുണ്ട്. അതിനാൽ ഒരു രാജ്യത്തെ മാത്രം നമ്പർ 1 എന്ന് വിളിക്കുന്നതിനേക്കാൾ വിവിധ മേഖലകളിലെ മുന്നേറ്റം പരിശോധിക്കുന്നതാണ് കൂടുതൽ കൃത്യം. 2026 കണക്കുകൾ കൂടി അടിസ്ഥാനമാക്കി താഴെ പറയുന്ന രീതിയിൽ നമുക്ക് രാജ്യങ്ങളെ വിലയിരുത്താം. 1. സാമ്പത്തിക കരുത്ത്, ഇക്കോണമി. ഇന്ത്യ. ഈ പട്ടികയിൽ സാമ്പത്തികമായി ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് ഇന്ത്യയാണ്. ലോകത്തിലെ 4ാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായി GDP ഇന്ത്യ മാറിയിരിക്കുന്നു. വലിയ വിപണിയും IT, നിർമ്മാണ മേഖലകളിലെ വളർച്ചയും ഇന്ത്യയെ ഒന്നാമതെത്തിക്കുന്നു. ബംഗ്ലാദേശ്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി വലിയ സാമ്പത്തിക വളർച്ച നേടിയ രാജ്യമാണ് ബംഗ്ലാദേശ്. കയറ്റുമതിയിൽ, പ്രത്യേകിച്ച് വസ്ത്രനിർമ്മാണം, ഇവർ വലിയ മുന്നേറ്റം നടത്തുന്നു. 2. ജീവിത നിലവാരവും മാനവ വികസനവും, ഹ്യൂമൻ ഡെവലപ്മെന്റ്. ശ്രീലങ്ക സാമ്പത്തിക പ്രതിസന്ധികൾ ഉണ്ടായെങ്കിലും വിദ്യാഭ്യാസം, ആരോഗ്യം, ആയുർദൈർഘ്യം തുടങ്ങിയ മാനവ വികസന സൂചികയിൽ HDI ഈ പട്ടികയിൽ മുൻപന്തിയിൽ നിൽക്കുന്നത് ശ്രീലങ്കയാണ്. ഇന്ത്യയും ബംഗ്ലാദേശും ഈ മേഖലയിൽ വലിയ മെച്ചപ്പെടുത്തലുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. 3. പ്രകൃതി ഭംഗിയും ടൂറിസവും. നേപ്പാൾ. പർവ്വതനിരകളും പ്രകൃതി രമണീയതയും കൊണ്ട് ടൂറിസം മേഖലയിൽ ഏറെ ശ്രദ്ധിക്കപ്പെടുന്ന രാജ്യമാണ് നേപ്പാൾ. ഹിമാലയത്തിന്റെ സാന്നിധ്യം ഈ രാജ്യത്തെ സവിശേഷമാക്കുന്നു. ഒരു താരതമ്യം ലഘുവായി. മേഖല. മുൻപന്തിയിലുള്ള രാജ്യം, ഏറ്റവും വലിയ സമ്പദ് വ്യവസ്ഥ ഇന്ത്യ, ഏറ്റവും ഉയർന്ന വളർച്ചാ നിരക്ക് ഇന്ത്യ ബൈ ബംഗ്ലാദേശ്, മികച്ച ആരോഗ്യ വിദ്യാഭ്യാസ നിലവാരം ശ്രീലങ്ക, പ്രകൃതി ഭംഗി, ഹിമാലയൻ ടൂറിസം. നേപ്പാൾ. ചുരുക്കത്തിൽ സൈനികവും സാമ്പത്തികവുമായ ശക്തിയിലും ആഗോള സ്വാധീനത്തിലും ഇന്ത്യയാണ് ഈ ഗ്രൂപ്പിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത്. എന്നാൽ ജനങ്ങളുടെ ശരാശരി ജീവിത നിലവാരത്തിൽ ശ്രീലങ്ക മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നു. ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ, ഉദാഹരണത്തിന് സൈനിക ശക്തി അല്ലെങ്കിൽ വിദ്യാഭ്യാസം അറിയാൻ താല്പര്യമുണ്ടോ? പാകിസ്ഥാനെ കുറിച്ചൊന്നും പറഞ്ഞില്ല. പാകിസ്ഥാനാണോ ഇന്ത്യ ആണോ നമ്പർ 1? പാകിസ്ഥാനെയും ഇന്ത്യയെയും തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ മിക്കവാറും എല്ലാ പ്രധാന മേഖലകളിലും സ്റ്റാർ ഇന്ത്യയാണ് ബഹുദൂരം മുന്നിൽ. ഇതിന്റെ പ്രധാന കാരണങ്ങൾ താഴെ പറയുന്നവയാണ്. 1. സമ്പദ് വ്യവസ്ഥ, ഇക്കോണമി. ഇന്ത്യ ലോകത്തിലെ 4ാമത്തെ വലിയ സാമ്പത്തിക ശക്തിയാണ് ഇന്ത്യ. ഏകദേശം $4 ട്രില്യൺ മുകളിലാണ് ഇന്ത്യയുടെ GDP. പാകിസ്ഥാൻ. നിലവിൽ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന രാജ്യമാണ് പാകിസ്ഥാൻ. ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയുടെ ഒരംശം മാത്രമാണ് പാകിസ്ഥാൻ. വിദേശ നാണ്യ ശേഖരത്തിലും നിക്ഷേപത്തിലും ഇന്ത്യ പാകിസ്ഥാനേക്കാൾ വളരെ മുന്നിൽ. ശക്തി, മിലിറ്ററി പവർ. ലോകത്തെ കരുത്തുറ്റ സൈന്യങ്ങളുടെ പട്ടികയിൽ ഗ്ലോബൽ ഫയർ പവർ ഇൻഡെക്സ് ഇന്ത്യ സാധാരണയായി 4ാം സ്ഥാനത്താണ്. പാകിസ്ഥാൻ ആദ്യ 10ൽ വരാറുണ്ടെങ്കിലും ഏകദേശം 9ാം സ്ഥാനം. സൈനിക ബജറ്റ്, ആയുധ സാങ്കേതിക വിദ്യ, സൈനികരുടെ എണ്ണം എന്നിവയിൽ ഇന്ത്യക്കാണ് മേൽക്കൈ. 2 രാജ്യങ്ങളും ആണവായുധമുള്ള രാജ്യങ്ങളാണ്. 3. സാങ്കേതിക വിദ്യയും ബഹിരാകാശവും, ടെക് ആൻഡ് സ്പേസ്. IT മേഖലയിൽ ഇന്ത്യ ലോകത്തെ തന്നെ പ്രധാന ഹബ്ബാണ്. കൂടാതെ ISRO, ഇസ്രോ വഴി ചന്ദ്രനിലും ചൊവ്വയിലും ദൗത്യങ്ങൾ എത്തിച്ച ഇന്ത്യ ബഹിരാകാശ ഗവേഷണത്തിൽ പാകിസ്ഥാനേക്കാൾ പതിറ്റാണ്ടുകൾ മുന്നിലാണ്. 4. ജനാധിപത്യവും സ്ഥിരതയും. ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ്. രാഷ്ട്രീയമായ സ്ഥിരത ഇന്ത്യയുടെ വളർച്ചയ്ക്ക് വലിയ കരുത്തു നൽകുന്നു. എന്നാൽ പാകിസ്ഥാനിൽ പലപ്പോഴും രാഷ്ട്രീയ അസ്ഥിരതയും സൈന്യത്തിന്റെ അമിതമായ ഇടപെടലുകളും വികസനത്തെ ബാധിക്കാറുണ്ട്. താരതമ്യം ഒറ്റനോട്ടത്തിൽ. മേഖല. ഇന്ത്യ, പാകിസ്ഥാൻ. 0 DP ഓഫ് GDP. വളരെ ഉയർന്നത് ലോകത്ത് 4ാം സ്ഥാനം. കുറഞ്ഞത് സാമ്പത്തിക പ്രതിസന്ധി. IT, സാങ്കേതിക വിദ്യ ലോകത്തെ മുൻനിരയിൽ. പിന്നിൽ ബഹിരാകാശ ഗവേഷണം, മികച്ച നേട്ടങ്ങൾ. ചന്ദ്രയാൻ, മംഗൾയാൻ, പ്രാരംഭഘട്ടം. വിദേശ നിക്ഷേപം വളരെ കൂടുതൽ. കുറവ്. ചുരുക്കത്തിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള താരതമ്യത്തിൽ എല്ലാ മാനദണ്ഡങ്ങൾ പ്രകാരവും ഇന്ത്യയാണ് നമ്പർ 1 രാജ്യം. പാകിസ്ഥാൻ നിലവിൽ അവരുടെ സാമ്പത്തിക സ്ഥിരത വീണ്ടെടുക്കാനുള്ള ശ്രമങ്ങളിലാണ്. ഇക്കാര്യത്തിൽ കൂടുതൽ വ്യക്തതയ്ക്കായി ഏതെങ്കിലും പ്രത്യേക മേഖലയെ
ഉദാഹരണത്തിന് സ്പോർട്സ് അല്ലെങ്കിൽ വ്യവസായം കുറിച്ച്. ശ്രമിച്ചോ ഒരു കുഴപ്പമില്ല. അപ്പൊ പ്രിയ സുഹൃത്തുക്കളെ, 5 രാജ്യത്തിലെ നമ്പർ 1 രാജ്യം ഏതാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പൊ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം തീർച്ചയായിട്ടും കമന്റിലൂടെ പറയുക.